അത് കണിശമായി നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ മതപരമായ ആചാരങ്ങളും ആഘോഷങ്ങളും അതിൽ വിശ്വാസമില്ലാതെയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ വിശ്വാസത്തോട് ചെയ്ത ആളെന്താവും? വിശ്വാസത്തോട് കൂടി ആൾ ചെയ്താൽ ഇസ്ലാമിന് പുറത്തു പോയി കാഫിറായി, മുർത്തദായി. വിശ്വാസമില്ലാതെ നമ്മൾ ആചരിച്ചാൽ അവിടെയാണ് ഇത് തെറ്റാണ്, ഹറാമാണ്, വിലക്കപ്പെട്ടതാണെന്ന് പരിശുദ്ധമായ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഈ സുഹൃത്ത് പറയുന്നത് പോലെ അത് വിശ്വസിക്കാതെ അവരുടെ മതപരമായ ആചാരങ്ങൾ ഉൾക്കൊള്ളാമെങ്കിൽ എന്തിനാണ് 2015 നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് നിലവിളക്ക് കൊളുത്തൽ വിവാദത്തിൽ പെട്ടുകൊണ്ട് വിട്ടുനിന്നത്? അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാണ്. നിലവിളക്ക് കൊളുത്താൻ സാഹചര്യം വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മതമായി അനുവദിക്കുന്നതിന് ഞാൻ കൊളുത്തൂലായിരുന്നു. വലിയ വിവാദമായി, വലിയ ചർച്ചയായി. ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അത് വിവാദമായപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, മുസ്ലിം ലീഗിന്റെ പൂർവ്വകാല പാരമ്പര്യമുണ്ട്. മഹാനായ മർഹൂം സിയറ്റ് മുഹമ്മദ് കായ സാഹിബ്, സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, അവരൊക്കെ നിലവിളക്ക് കൊളുത്തുക എന്ന ആചാരം നമ്മുടെ ആചാരമല്ല, അതുകൊണ്ട് പാടില്ല തീരുമാനിച്ചതാണ്. അതേ നിലപാടുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകും തീരുമാനം പ്രഖ്യാപിച്ചു. ഹൈദരലി ശിഹാബിന് തെറ്റുപറ്റിയോ? അതിനു മുമ്പ് നിലവിളക്ക് കൊളുത്തില്ലെന്ന നിലപാട് സ്വീകരിച്ച പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബിന് തെറ്റുപറ്റിയോ? ഇത് വിശ്വാസമില്ലാതെ ചെയ്താൽ തെറ്റില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ വിലക്കുന്നത്? എന്തിനാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ വിലക്കിയത്? എന്തിനാണ് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ വിലക്കിയത്? എന്ത് നിങ്ങൾ നോക്കൂ. ആ വിവാദ സമയത്ത് തന്നെ സംശയമുള്ള സുഹൃത്ത് കൃത്യമായി മനസ്സിലാക്കാമല്ലോ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഅത്ത് അധ്യക്ഷൻ അന്ന് ബഹുമാന്യനായ ആനക്കര ശ്രീ കോയക്കുട്ടി മുസ്ലിയാർ അവർകളാണ്. സൈനുലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളാണ്. നബറല്ലാഹു മറാഖിദഹുമ രണ്ടുപേരുടെയും ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവർ പരസ്യമായി സമസ്തയുടെ നിലപാട് പ്രഖ്യാപിച്ചു, മതപരമായ നിയമം പ്രഖ്യാപിച്ചു. ഒരു പ്രത്യേക മതത്തിന്റെ ആചാരം ചെയ്യുന്നത് മുസ്ലിങ്ങൾക്ക് പാടില്ലാത്ത കാര്യമാണ്, അനുവദനീയമായ കാര്യമല്ല, അനുവദനീയമല്ലാത്തതാണ്. മറ്റൊരു മതസ്ഥരുടെ ആചാരമായി അറിയപ്പെട്ട കാര്യം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്തോളി, ചെയ്യേണ്ട. വിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ കൂടും ഭാഗമാക്കാം എന്നൊരു സമീപനം ഇസ്ലാമിക പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടില്ല. വേണ്ട, ഞാൻ ചോദിക്കട്ടെ. നമ്മുടെ മുൻ മന്ത്രി ഒരു മുസ്ലിം ലീഗിന്റെ മന്ത്രിയാണ്. അദ്ദേഹം പൊട്ടുതൊട്ടു. പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി സമീപനം സ്വീകരിച്ചല്ലോ. വളരെ ഗൗരവത്തോട് സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം തെറ്റിതിരുത്തി. അദ്ദേഹം പരിശുദ്ധ ഇസ്ലാമിനെതിരായി സ്വീകരിച്ച സമീപനത്തെ പിൻവാങ്ങിയത് പരസ്യമായി പ്രഖ്യാപിച്ചു. എന്തേ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് വിവരല്ലേ? ചെറുക്കം അബ്ദുള്ള സാഹിബ് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞല്ലോ, അനുഗ്രഹിക്കുമാറാകട്ടെ, ഞാൻ വിശ്വാസമില്ലാതെ ആ സ്വാമിയെ സന്ദർശിച്ച സമയത്ത് അവിടെ തൊട്ടുപോയതാണ്, എനിക്കതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അംഗീകരിച്ചില്ലോ ഉമർ അലി ശിഹാബ് തങ്ങൾ. എന്താ ഉമർ ശിഹാബ് തങ്ങൾക്ക് വിവരല്ലേ? ലോകത്ത് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച സകലമാന പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കും ഇതുവരെ സ്വീകരിച്ച സമീപനം സ്വീകരിച്ച ഇവരുടെ വിവരമില്ലാത്ത ആളുകളാണോ? അവരൊക്കെ ഐക്യകണ്ഠേന ഇക്കാലം അത്രയും കാത്തു സൂക്ഷിച്ചും ദീനിന് പരിക്കേൽക്കാൻ പാടില്ല. അമുസ്ലിങ്ങളുമായി എല്ലാവിധ സ്നേഹവും സൗഹൃദവും സഹിഷ്ണുതയും ഒക്കെ ആകണം. പക്ഷേ മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല. വിശ്വാസമുണ്ടെങ്കിൽ ഇസ്ലാമിന് പുറത്തോട്ട് പോയി ആൾ കാഫറായി, പിന്നെ പള്ളിക്ക് കിടക്കാൻ പറ്റൂല. വിശ്വാസമില്ലാതെ ചെയ്യാൻ പറ്റില്ല എന്നായി പറഞ്ഞത്. അത്ര കണിശമായ നിലപാട് നമ്മുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ, നമ്മുടെ പൂർവികർ പഠിപ്പിക്കുമ്പോൾ, നമ്മൾ സാഹചര്യത്തിന് അനുകൂലമായി നിൽക്കാൻ വേണ്ടി ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കും പോലെ അതൊക്കെ വിശ്വാസമല്ലാതെ അവരാചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. വലിയ കേക്ക് മുറിക്കുകയാണെങ്കിൽ ഏതായാലും മുറിക്കണ്ടേ? കേക്ക് മുറിക്കലൊന്നുമല്ല പ്രശ്നം. മറ്റ് മതസ്ഥരുടെ ആചാരം, കേക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നില്ലേ, നമ്മൾ കഴിക്കുന്നില്ലേ? മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത പാലിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം. ഇത് നമ്മൾ മതപരമായ നിയമം നമ്മുടെ പണ്ഡിതന്മാർ പറയുമ്പോൾ പൂർവികരെ കൃത്യമായി സ്ഥാപിച്ചുകൊണ്ട് ജനസമൂഹത്തെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മറ്റ് മതസ്ഥരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും പരമാവധി വിട്ടുനിൽക്കാൻ മുസ്ലിം സമൂഹത്തെ പ്രേരിപ്പിക്കുമ്പോൾ അതിന് പകരം അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് യെസ് പറയുന്ന രീതി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ നമ്മൾ നിലപാട് സ്വീകരിക്കും. ഇതാണ് ആദർശം. ആദർശം അമാനത്താണെന്ന് പറയുന്നത്. അവിടെ കോംപ്രമൈസിന് പോകാൻ കഴിയില്ല. ഇതൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്.
വളരെ ഗൗരവതരമായ സാഹചര്യമാണ്. അള്ളാഹുവിനെ ഭയപ്പെടാതെ, അള്ളാഹുവിന്റെ റസൂലിനെ ഭയപ്പെടാതെ, പരിശുദ്ധമായ ഈ ആദർശത്തിൽ പരിക്കേൽക്കുന്നതിൽ ഒട്ടും ആശങ്കയില്ലാതെ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ദീനിനെ വളച്ചൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം. 99